ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ച ചക്ക വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചക്ക പൊക്കുവടയുമായിട്ടാണ്. പൊക്കുവട, പക്കവട എന്നിങ്ങനെയൊക്കെ അറിയപ്പെടാറുണ്ട്. വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതുപോലെ ഒരു പ്ലേറ്റ് പൊക്കുവട ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു 5-6 ചക്കച്ചുളയാണ് എടുത്തിട്ടുള്ളത്. ഇത് കൂഴച്ചക്കയുടെ ചുളയാണ്. അപ്പോൾ നന്നായിട്ട് വിളഞ്ഞ ചക്കച്ചുളയാണ് എടുത്തിട്ടുള്ളത്. തീരെ പച്ചയല്ല, കുറച്ചൊന്ന് വിളഞ്ഞ് വന്നിട്ടുള്ള ചക്കച്ചുളയാണ്. ഇത് വളരെ തിന്നായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. എത്രത്തോളം തിന്നായിട്ട് അരിയാൻ പറ്റുമോ അത്രയും തിന്നായിട്ട് അരിഞ്ഞെടുക്കുക. തിക്നെസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്ക നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അത്രയും തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിവടക്കൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുന്നത് പോലെ അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഇനി ഇതിലേക്ക് ഇടുന്നത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും, കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സവാളയും ചക്കയും നമ്മൾ ചക്കയുടെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവണം. സവാള കുറച്ച് കുറവായിട്ടാണ് വേണ്ടത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയുമാണ്. അപ്പോൾ മുളക് പൊടിയും പച്ചമുളകും ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ലതുപോലെ ഞെരടി തന്നെ മിക്സ് ചെയ്തെടുക്കണം. ആ സവാളയെല്ലാം ഇളകി വീഴണം, ഓരോന്നായിട്ട് ഇളകി വീഴണം. ആ രീതിയിൽ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ വറുത്ത അരിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കടലമാവാണ്. അപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർക്കുമ്പോൾ പൊടിയുടെ ക്വാണ്ടിറ്റി ഒരുപാട് കൂടിപ്പോകരുത്. അതുകൊണ്ട് ആവശ്യത്തിന് കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ജസ്റ്റ് ആ ഒരു ചക്കയും സവാളയും എല്ലാം ഒന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രം ആവശ്യത്തിനുള്ള അത്രയും പൊടികൾ മതി. പൊടി ഒരുപാട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറേശ്ശെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ വെള്ളം തന്നെ മതിയാകും. അത് നമ്മൾ എടുക്കുന്ന ചക്കയിലും ഉള്ളിയിലുമുള്ള വെള്ളത്തിനനുസരിച്ചിട്ടാണ്. നമ്മൾ ഞെരടി കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അത് പോരാത്തത് മാത്രം കുറേശ്ശെ നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. വെള്ളവും കൂടിപ്പോകരുത്. അപ്പം ഇതൊന്ന് നമുക്ക് എടുക്കുമ്പോൾ സെറ്റായിട്ടിരിക്കണം. ആ ഒരു രീതിക്കാണ് വേണ്ടത്. ഇങ്ങനെ എടുക്കുമ്പോൾ കയ്യിലൊന്ന് സെറ്റായിട്ടിരിക്കണം. ഇതിപ്പോൾ കുറച്ചുകൂടി ഒന്ന് വെള്ളം വേണം. ഞാൻ ആദ്യം 3 ടേബിൾ സ്പൂണാണ് ഒഴിച്ചത്. ഇപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തം 4 ടേബിൾ സ്പൂണാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കൈ കൊണ്ട് എടുത്തിടാൻ പറ്റുന്ന ഒരു പരുവമാവണം. ഈ ഒരു രീതിക്കാണ് ആവേണ്ടത്. അതെല്ലാം ഒന്ന് ബൈൻഡ് ചെയ്തിരിക്കണം. ആ ഒരു രീതിക്ക് മാത്രം മതി. ഇനി ഇത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഷേപ്പ് ചെയ്യുകയൊന്നും വേണ്ട. നമ്മൾ ഉള്ളിവടയൊന്നും ആക്കുന്ന കണക്ക് ഷേപ്പ് ചെയ്യുകയൊന്നും വേണ്ട. ജസ്റ്റ് നമ്മളിങ്ങനെ നുള്ളി എടുത്ത് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് വലിപ്പത്തിലും വേണ്ട. അപ്പോൾ വളരെ ചെറുതായിട്ട് ഇതുപോലെ ഓരോ ചെറിയ പീസായിട്ട് നുള്ളിയെടുത്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മൾ ആ എടുക്കുന്നത് കുറച്ച് തിക്നെസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ഉൾവശം ഒന്നും ക്രിസ്പിയായി കിട്ടില്ല. പുറം ഭാഗം മാത്രം ക്രിസ്പി ആവത്തേ ഉള്ളൂ. എല്ലാ ഭാഗവും ഒരുപോലെ ക്രിസ്പിയായി കിട്ടുന്നതിനാണ് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ നുള്ളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാലും പുറം ഭാഗം കറുത്തു പോകും, അകത്ത് കുക്കായി കിട്ടത്തുമില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് കുറച്ച് ടൈം എടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ ഒരു കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പതയൊക്കെ നന്നായിട്ടൊന്ന് കുറഞ്ഞിട്ട് നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു കളറ് കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് ആ സവാളയും ചക്കയും എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വീട്ടിൽ ചക്കയൊക്കെ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയും കൂടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിങ്ങനെ കൈകൊണ്ട് തന്നെ എടുത്തിടണം എന്നില്ല. സ്പൂണിൽ ചെറിയ ബാച്ചായിട്ട് കോരി ഇട്ടാലും മതി. സ്പൂണിൽ കോരി ഇടുമ്പോഴും തിക്നെസ് കൂടിപ്പോകാതെ വളരെ കുറേശ്ശെ മാത്രം ഇടാനൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കടലമാവ് ചേർക്കുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദാമാവ് ചേർത്താലും മതി. അരിപ്പൊടി എന്തായാലും ചേർക്കണം. അരിപ്പൊടിയും കൂടിയാണ് ഇതിനൊരു ക്രിസ്പിനെസ് നൽകുന്നത്. ആ അരിപ്പൊടിയുടെ ഒരു ക്രിസ്പിനെസ്സും പിന്നെ ചക്കയും ആ ഉള്ളിയും ഒക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന ഒരു ക്രിസ്പിനെസ്സും എല്ലാം കൂടിയാണ് ഇതിന് ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ കടലമാവിന് പകരം മൈദാമാവ് ഏതെങ്കിലും യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഈ പാത്രത്തിൽ ഇടുമ്പോൾ തന്നെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇത്രയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വെറും ഒരു 5-6 ചക്കച്ചുള മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.